ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പൂമീനാണ് എനിക്കിന്ന് കിട്ടിയത്. തേങ്ങ അരച്ച് ഞാൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ടുവരാം കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് അടിച്ചുകൊണ്ടുവരാം. പിന്നെ കുറച്ച് ഉള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളകും വേപ്പില എടുത്തിട്ടുണ്ട്. ആ ഉള്ളി ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം കേട്ടോ. ചതച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി ചട്ടി വെച്ച് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ചട്ടി വെച്ച് നമുക്ക് ആ ചട്ടിയിൽ വെള്ളം പോയി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചിയും കൂടി ആദ്യം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളകും വേപ്പിലയും കൂടി അതും ഇട്ടൊന്ന് വഴറ്റി കൊണ്ടുവരാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഇത് വാടണം കേട്ടോ. ഞാൻ അതിൽ നിന്ന് ഒരു 4 കഷ്ണം മീനെടുത്ത് വറുക്കാനായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വാടിക്കഴിയുമ്പോൾ അരപ്പില്ലേ, അരച്ച അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി പോരാണ്ട് വന്നു. ഈ കറി വെക്കുമ്പോൾ കറിക്ക് നല്ല നിറം വേണം. ഇത് വഴറ്റിക്കൊണ്ടുവന്നിട്ട് ഈ അരപ്പിലുള്ള വെള്ളം നല്ലോണം പറ്റണ വരെ ഒന്ന് വാട്ടിക്കൊടുക്കണം. ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഈ അരപ്പ് വാട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. നന്നായി വാടട്ടെ കേട്ടോ. പൂമീനാണ്, അതിന് നേരിയ മുള്ളുണ്ട് കേട്ടോ. മുള്ളുള്ള മീനാണത്. ക്ലീൻ ചെയ്താണ് കേട്ടോ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ചേട്ടൻ മേടിച്ചപ്പോൾ തന്നെ ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. പച്ച മീനാണ് കേട്ടോ. നല്ല പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല പുളിയാണ്, മുഴുവനും ഞാൻ ഇടുന്നില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കണം വെള്ളം. ഒന്ന് മൂടി വെക്കാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിടാം. തിളച്ച് മീൻ പെറുക്കിയിടുകയാണ് കേട്ടോ. ഇത് മൂടി വെക്കാം കേട്ടോ. കറി തിളച്ചട്ടാ. ഇനി ഇതിൽ കുറച്ച് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ മീൻ വറുക്കാനായിട്ട് പാത്രം വെച്ചിട്ടാ. പാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 കഷ്ണം മീൻ എടുത്തിട്ടുണ്ടായി ഞാൻ. കട്ടിയുള്ള മീനായതുകൊണ്ട് മൊരിയാൻ ഇത്തിരി പ്രയാസമാണ്. മൊരിഞ്ഞ് മറിച്ചിടാം കേട്ടോ നമുക്കിനി. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും മൊരിയും, പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഭാഗമില്ല, അത് നമ്മൾ ഒന്ന് മൊരിച്ചെടുക്കണം. അത്
മൊരിഞ്ഞേ അപ്പുറം ഇപ്പുറം മൊരിഞ്ഞ് ഇനി നമുക്ക് ആ സൈഡ് വശം ഒന്ന് മൊരിച്ച് കൊടുക്കാം കേട്ടോ. കട്ടിയുള്ള മീനൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ വശം വേകാത്ത പോലെ ഇരിക്കും. എനിക്കാണെങ്കിൽ മീൻ നല്ലോണം മൊരിയണം. കണ്ട, ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാവരും മീൻ ഫ്രൈയും മീൻ കറിയും എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം, സബ് തരാത്തവർ സബ്സ്ക്രൈബ് തരണം കേട്ടോ. മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, ബൈ.